ഹായ് മക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കെമിസ്ട്രിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്ററുകളെയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നോക്കട്ടെ മക്കളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രജൻ കമ്പൈൻ വിത്ത് ഓക്സിജൻ to form two different compounds H2O and H2O2. Which law is obeyed by this combination? ഏത് ലോനെ കുറിച്ചാണ് മക്കളെ ഇവിടെ പറയുന്നത് എന്നുള്ളതാ. ഏത് ലോയാടാ? H2O ബന്ധപ്പെട്ടിട്ട് പറയുന്ന ലോയുടെ പേര് ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അത് പഠിച്ചു വെക്കണം. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആണ്. ഏതാ മക്കളെ പറയുന്നത്? അത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആണ്. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ പറയുന്നത്? രണ്ട് എലമെന്റുകൾ കൂടി ചേർന്നിട്ട് എന്താ പറയുന്നത്? രണ്ട് എലമെന്റുകൾ കൂടി ചേർന്നിട്ട് രണ്ടോ അതിൽ കൂടുതലോ കോമ്പൗണ്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരു എലമെന്റിന്റെ മാസ് ഫിക്സ്ഡ് ആണ്. ഫിക്സ് അല്ലാത്ത മാസുള്ള എലമെന്റ് ഉണ്ടല്ലോ, അവരുടെ മാസ് തമ്മിൽ ഒരു റേഷ്യോ ഉണ്ടായിരിക്കും എന്ന് പറയുന്ന ലോയുടെ പേരാണ് മക്കളെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ഇനി ചിലപ്പോൾ CO2 ഒക്കെ ചോദിക്കും. എന്ത് ചോദിച്ചാലും ഇത് ഏത് പ്രപ്പോർഷനാ? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആണ്. മറന്നു കളയരുത്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മൊളാരിറ്റി ആൻഡ് മൊളാരിറ്റി. എന്താ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ഒരു ലിറ്റർ ഓഫ് സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിൻ്റെ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് മോളാറ, ക്യാപിറ്റൽ ലെറ്റർ M ആണ്. ഇനി എന്താണ് മക്കളെ മൊളാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മൊളാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവെൻ്റാ. ഒരു കിലോഗ്രാം സോൾവെൻറ്റിലുള്ള സൊല്യൂട്ടിൻ്റെ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് മൊളാലിറ്റി എന്ന് പറയുന്നത്. അത് സ്മോൾ ലെറ്റർ M ആണ്, മറക്കരുത്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്ത ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. എന്താ ക്വസ്റ്റ്യൻ? 1 മോളാർ NaOH സൊല്യൂഷൻ തന്നിട്ടുണ്ട്. അതിൽ എത്ര വോളിയം വേണം? എന്തിനു വേണ്ടിയിട്ട് എന്നറിയോ? 1 ലിറ്റർ ഓഫ് 0.2 മോളാർ NaOH സൊല്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മക്കളെ M1V1 ഈസ് ഈക്വൽ ടു M2V2 എന്നുള്ള ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ഒന്നാമത്തെ മൊളാരിറ്റി 1 ആണ്. ആ സമയത്തുള്ള V1 എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്ക് അറിയൂല. ഞാൻ V1 എന്ന് കൊടുത്തു. M2ൻ്റെ വാല്യൂ 0.2 എന്ന് കൊടുത്താൽ V2 1 ലിറ്റർ ആണ്. ഇതിൽ V1 മാത്രം നിർത്തി കഴിഞ്ഞാൽ 0.2 into 1 ഡിവൈഡഡ് ബൈ ആരാ? ഈ 1 ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് 1 ആയി മാറി. ഓക്കെ അല്ലടാ? അപ്പൊ നോക്കടാ, നിങ്ങൾക്ക് 1 മോളാർ NaOH സൊല്യൂഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ഹൗ many വോളിയംസ് ഓഫ് ഇറ്റ് ഷുഡ് ബി ടേക്കൺ ടു പ്രിപ്പയർ 1 ലിറ്റർ ഓഫ് 0.2 മോളാർ NaOH സൊല്യൂഷൻ എന്നുള്ളതാ. 1 ലിറ്റർ ഓഫ് 0.2 മോളാർ NaOH സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ ഹൗ മെനി വോളിയംസ് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തത് M1 V1, M2 V2. M1 1 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 1 മോളാർ. V1 അറിയില്ല. M2 എത്ര തന്നിട്ടുണ്ട്? 0.2 മോളാർ. അത് 1 ലിറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ V1 എത്രയാണെന്ന് ചോദിച്ചാൽ അത് 0.2 ലിറ്റർ ആയിരിക്കും. 0.2 ലിറ്റർ ആയിരിക്കും. മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 0.2 ലിറ്റർ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? 0.2 ലിറ്റർ ആയിരിക്കും. മറക്കരുത്, വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4 ക്വാണ്ടം നമ്പേഴ്സ് ഡിസ്ക്രൈബ് ചെയ്യാനാ. ഏതൊക്കെയാണ്? ഒന്ന് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, പ്രിൻസിപ്പൽ N എന്ന് റെപ്രസെന്റ് ചെയ്യും. രണ്ടാമത്തത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ L എന്ന് റെപ്രസെന്റ് ചെയ്യും. പിന്നെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ M എന്ന് റെപ്രസെന്റ് ചെയ്യും. പിന്നെ സ്പിൻ ക്വാണ്ടം നമ്പർ S എന്ന് റെപ്രസെന്റ് ചെയ്യും. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഷെല്ലിനെ കുറിച്ചുള്ള ഡാറ്റ തരുന്നു. അസിമുത്തൽ ക്വാണ്ടം നമ്പർ സബ്ഷെല്ല്. ഇത് ഓറിയന്റേഷൻ ഓഫ് സബ്ഷെല്ലാണ്, സബ്ഷെല്ലിൻ്റെ ഓറിയന്റേഷൻ.
ഇത് സ്പിന്നിനെ കുറിച്ചുള്ള ഡാറ്റ തരുന്ന ക്വാണ്ടം നമ്പറാണ്. ഇതിൻ്റെ വാല്യൂസ് എന്നിൻ്റെ വാല്യൂസ് 1 2 3 എക്സെട്ര അങ്ങനെ പോവും. എല്ലിൻ്റെത് L 0 ആണെങ്കിൽ S സബ് ഷെല്ല്, L 1 ആണെങ്കിൽ P സബ് ഷെല്ല്, L 2 ആണെങ്കിൽ D സബ് ഷെല്ല്, L 3 ആണെങ്കിൽ F സബ് ഷെല്ല്. ഓക്കെ, ഇതിനനുസരിച്ചിട്ട് ആരും മാറും, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ മാറും. ഫോർ എക്സാമ്പിൾ L 0 ആണെങ്കിൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറും 0 ആയിരിക്കും. എല്ലിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ -1 0 +1 ആയിരിക്കും. ഓക്കെ അല്ലടാ. ഇനി സ്പിൻ ക്വാണ്ടം നമ്പറിന് നിങ്ങൾക്ക് പഠിക്കാനുള്ള 2 വാല്യൂ, ക്ലോക്ക് വൈസ് സ്പിൻ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ +1/2 ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് സ്പിൻ ആണെങ്കിൽ -1/2 ആണ്. -1/2 ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് എൻ ഇലക്ട്രോൺ മൂവിങ് വിത്ത് വെലോസിറ്റി ഓഫ് 10 m/s ആണ്. എടാ, വേവ് ലെങ്ത് ലാംഡ കാണാനുള്ള ഇക്വേഷൻ h/mv. h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 6.626 × 10⁻⁻34 ഡിവൈഡഡ് ബൈ മാസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ മാസ 9.1 × 10⁻31. വെലോസിറ്റി 10 ആണ്. ഇത് ചെയ്താൽ വേവ് ലെങ്ത് നിങ്ങൾക്ക് മീറ്ററിൽ കിട്ടും. ഏത് ഇക്വേഷൻ ആടാ? ഡി ബ്രോഗ്ലിന്റെ ഇക്വേഷനാ. ലാംഡ ഈസ് ഈക്വൽ ടു h/mv എന്ന് പറയുന്ന ഡി ബ്രോഗ്ലീസ് വേവ് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് അയോണൈസേഷൻ എൻതാൽപ്പി? എന്താ അയോണൈസേഷൻ എൻതാൽപ്പി? എടാ, ഒരു ആറ്റത്തിലെ ലാസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന എൻതാൽപ്പിയാണ് അയോണൈസേഷൻ എൻതാൽപ്പി. ഒരു ഇലക്ട്രോണ് എന്തിന്ന് ലാസ്റ്റ് ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എൻതാൽപ്പിയാണ് അയോണൈസേഷൻ എൻതാൽപ്പി. നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്. ഓക്സിജൻ്റെത് 8 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p3 ആണ്. ഇവിടെ 1s2 2s2 2p4 ആണ്. മക്കളെ, 2p3 എന്ന് പറഞ്ഞാൽ പി എന്ത് ഫീൽഡാ? ഹാഫ് ഫീൽഡ് ആണല്ലോ. 2p3 എന്ന് പറഞ്ഞാൽ പി എന്ത് ഫീൽഡാണ്? ഹാഫ് ഫീൽഡാ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഹാഫ് ഫീൽഡോ ഫുൾ ഫീൽഡോ ആണെങ്കിൽ അയാൾ മോർ സ്റ്റേബിളാ. പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഒരാൾ ഹാഫ് ഫീൽഡോ ഫുൾ ഫീൽഡോ ആണെങ്കിൽ അയാൾ മോർ സ്റ്റേബിൾ ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നൈട്രജൻ്റെ അയോണൈസേഷൻ എൻതാൽപ്പി ഓക്സിജനേക്കാളും കൂടുതലാണ്. എന്തുകൊണ്ടാ? നൈട്രജനിൽ ഹാഫ് ഫീൽഡ് ആയിട്ടുള്ള പി ഓർബിറ്റൽ ഉണ്ട്. പിയിൽ 6 അല്ലേ കൊള്ളുക, 3 എന്ന് പറഞ്ഞാൽ അത് ഹാഫ് ഫീൽഡ് ആണല്ലോ. ഹാഫ് ഫീൽഡ് ആയിട്ടുള്ള പി ഓർബിറ്റൽ ഉണ്ടായത് കൊണ്ട് തന്നെ നൈട്രജൻ ഓക്സിജനേക്കാളും സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ നൈട്രജന്റെ അയോണൈസേഷൻ എൻതാൽപ്പി ഓക്സിജനേക്കാളും കൂടുതലാണ്. അറിഞ്ഞിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്. NF3യും NH3യും പോളാർ മോളിക്യൂൾസ് ആണ്. NF3യുടെ ഡൈപോൾ മൊമെന്റ് NH3യേക്കാളും കുറവാണ്. എന്തുകൊണ്ടാണ്? NH3ന്റെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ്. ഇയാളുടെ ഡൈപോൾ മൊമെന്റ് ലോൺ പെയറിൻ്റെത് എപ്പോഴും മുകളിലോട്ടാണ് ഉണ്ടാവുക. ഓക്കെ, എന്നും എച്ചും കൺസിഡർ ചെയ്യുമ്പോൾ നൈട്രജൻ ആണ് മോർ ഇലക്ട്രോ നെഗറ്റീവ്. അപ്പോൾ ഡൈപോൾ മൊമെന്റ് മൊത്തം മുകളിലോട്ടുള്ള ഡയറക്ഷനിലാണ്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞിട്ടുള്ളത്? എടാ, ഇയാളുടെ ഡൈപോൾ മൊമെന്റും മുകളിലോട്ട്, ഇയാളുടെ ഡൈപോൾ മൊമെന്റും മുകളിലോട്ട്. അതുകൊണ്ട് തന്നെ NH3യുടെ ഡൈപോൾ മൊമെന്റ് കൂടുതലായിരിക്കും. ഇനി ഇതേ സാധനം NF3യിൽ വരക്കുമ്പോൾ, ഇതേ പിക്ചർ NF3യിൽ വരക്കുന്ന സമയത്ത് നോക്കടാ, ഇവിടെ ലോൺ പെയറിന്റെ ഡൈപോൾ മൊമെന്റ് മുകളിലോട്ടാ. ഇതിൻ്റെ എന്നും എഫും കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഫ്ലൂറിനാണ് മോർ ഇലക്ട്രോ നെഗറ്റീവ്. അപ്പോൾ ഡൈപോൾ മൊമെന്റ് മൊത്തം താഴോട്ടാണ്. ഒരു ഡൈപോൾ മൊമെന്റ് മുകളിലോട്ടും ബാക്കി താഴോട്ടുമാണെങ്കിൽ റിസൾട്ടൻ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും, കുറവായിരിക്കും. കാരണം നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാ, 2 വെക്ടർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ റിസൾട്ടന്റ് ഡൈപോൾ മൊമെന്റ് കുറവായിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അപ്പൊ NH3യുടെ ഡൈപോൾ മൊമെന്റ് NF3യേക്കാളും കൂടുതലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. അടുത്തത്, F2ന്റെ
മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രം വരക്കണം. എങ്ങനെയാണ് മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രം വരക്കുക? ഒരു ഫ്ലൂറിൻ എന്ന് പറഞ്ഞാൽ അത് നയനാണ്. ഒരു ഫ്ലൂറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p5 ആണല്ലോ. 2p5 ആണല്ലോ. യെസ്, 2p5 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ഫ്ലൂറിൻ്റെതും അത് തന്നെയാണ് വരിക അല്ലേ? 1s2 2s2 2p5 ആണ് വരിക. ഓക്കെ അല്ലടാ? ഇനി ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുക? സിഗ്മ 1s സിഗ്മ സ്റ്റാർ 1s സിഗ്മ 2s സിഗ്മ സ്റ്റാർ 2s സിഗ്മ 2pz പൈ 2px ഈസ് ഈക്വൽ ടു പൈ 2py, പിന്നെ പൈ സ്റ്റാർ 2px ഈസ് ഈക്വൽ ടു പൈ സ്റ്റാർ 2py സിഗ്മ 2pz ആണ്. സിഗ്മ 2pz. മൊത്തം 9 9 18 ഇലക്ട്രോണാ. F2 അല്ലേ? 2 4 6 8 10 12 14 16 18 ഇലക്ട്രോണാണ്. ഓക്കെ അല്ലേ? ഇതാണ് ഇതിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ. ഇതിൻ്റെ മാഗ്നറ്റിക് ക്യാരക്ടർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഡയാമാഗ്നറ്റിക് ആണ്. എന്തുകൊണ്ടാണ് മക്കളെ ഇത് ഡയാമാഗ്നറ്റിക് ആയത്? ഇതെന്തുകൊണ്ടാണ് ഡയാമാഗ്നറ്റിക് ആയത്? എടാ, ഇതിലുള്ള എല്ലാ ഇലക്ട്രോണുകൾക്കും പെയറുണ്ട്. ഒറ്റക്കാരും നിൽക്കുന്നില്ല. എല്ലാവരും 2 2 2 2 എന്നുള്ള രീതിയിലാണ്. എല്ലാവർക്കും പെയർ ഉണ്ടായത് കൊണ്ട് ഇത് ഡയാമാഗ്നറ്റിക് ആണ്. പക്ഷെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഓർബിറ്റൽ ഡയഗ്രം വരക്കാനാ. ഈ കോൺഫിഗറേഷൻ വെച്ചിട്ട് ഇതിൻ്റെ ഡയഗ്രം വരക്കണം. ഡയഗ്രം എങ്ങനെയാണ് വരക്കുക? ഫസ്റ്റ് ഉള്ള ആള് 1s അല്ലേ? 1s അല്ലേ? 1s അല്ലേ? 1s വരച്ചു. 1sൽ നിന്ന് 2 ആളുകൾ ഉണ്ടാവും. സിഗ്മ 1s ഉണ്ടായിരിക്കും. പിന്നെ മക്കളെ ഉള്ള ആള് സിഗ്മ സ്റ്റാർ 1s ഉണ്ടായിരിക്കും. പിന്നുള്ള ഓർബിറ്റൽ ആരാ? 2s ആണ്. 2 സ്ഥലത്തും 2s വരച്ചു. 2sൽ ആരൊക്കെ ഉണ്ട്? സിഗ്മ 2s ഉണ്ട്, എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ വേറൊരു 2s ഉണ്ട്. അതാരാ? സിഗ്മ സ്റ്റാർ 2s ആണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ മക്കളെ 2p ആണല്ലോ. അത് കഴിഞ്ഞ മക്കളെ ആരാടാ? 2p ആണ്. 2p ഇതാ 2p. അടുത്തതും 2p ആണ്. ഓക്കെ, 2p. ഇനി 2pയിൽ ആരൊക്കെ ഉണ്ടടാ? നോക്ക്, 2pയിലുള്ള ഓർബിറ്റൽസ് ആരൊക്കെയാ? പൈ സിഗ്മ 2pz ഉണ്ട് താഴെ അല്ലേ? താഴെ സിഗ്മ 2pz. അതിൻ്റെ തൊട്ട് മേലെ 2 ആളുകളുണ്ട്. ഒന്ന് പൈ 2px ഈസ് ഈക്വൽ ടു പൈ 2py എന്നുള്ള ആളും, അതിൻ്റെ മുകളിലോട്ട് പോകുന്ന സമയത്ത് പൈ സ്റ്റാർ 2px ഈസ് ഈക്വൽ ടു പൈ സ്റ്റാർ 2py എന്നുള്ള ആളുണ്ട്. ഏറ്റവും മുകളിൽ നിങ്ങളെ ലാസ്റ്റ് ആള് സിഗ്മ സ്റ്റാർ 2pz ഉണ്ട്. ഓക്കെ അല്ലേ? ഇതാണ് മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം. ഇനി സാർ ഇതിലൊക്കെ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാൻ പോവാണ്. എങ്ങനെ ഫില്ല് ചെയ്യാം? സിഗ്മ എടാ 1sൽ 2 1sൽ 2. ഇപ്പോൾ 1sൽ 2 1sൽ 2, ഇതിലും 2 ഇതിലും 2. ഓക്കെ, 2sൽ 2 2sൽ 2. അപ്പോൾ 2sൽ 2 2sൽ 2. സിഗ്മ 2sലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇനി 2pയിൽ എത്ര എണ്ണാടാ? 2pയിൽ 5 എണ്ണാണ്. 5 ഇലക്ട്രോൺസ് ആ 2pയിൽ 5 എണ്ണം. 1 2 3 4 5. ഇവിടെയും 1 2 3 4 5. ഓക്കെ, ഇനി ഇതേപോലെ സിഗ്മ 2pzൽ 2 ഇലക്ട്രോൺസ്. പൈ 2px പൈ 2pyൽ 2 ഇലക്ട്രോൺസ്. പൈ സ്റ്റാർ 2px പൈ സ്റ്റാർ 2pyലും 2 ഇലക്ട്രോൺസ്. സിഗ്മ സ്റ്റാർ 2pz ഇലക്ട്രോൺസ് ഇല്ല. ഇതാണ് മക്കളെ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം. അപ്പോൾ ഈ പിക്ചർ വെച്ചിട്ട് നിങ്ങൾക്ക്, ഈ കോൺഫിഗറേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം വരക്കാൻ കഴിയണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? മറക്കരുത്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാംസ് വരക്കാൻ കഴിയണം. ഈ ടൈപ്പിൽ ഡയഗ്രാം വരക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. ഓക്കെ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്താണ് ഫസ്റ്റ് ലോ
ഓഫ് തെർമോഡൈനാമിക്സ്, എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതാൻ പറഞ്ഞാൽ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. മറക്കരുത്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്താ? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. എടാ, ഇതിലേത് പ്രോസസ്സിലാണ് എൻട്രോപ്പി കൂടുന്നതെന്ന? ഇവാപ്പറേഷൻ ഓഫ് വാട്ടറാ. കാരണം വാട്ടർ ലിക്വിഡാ, അത് വേപ്പർ ആവുക എന്ന് പറഞ്ഞാൽ ഗ്യാസ് ആവുകയാണ്. ഒരു ലിക്വിഡ് ഗ്യാസ് ആവുകയാണെങ്കിൽ അവിടെയുള്ള ഡിസോർഡർനെസ് അല്ലെങ്കിൽ എൻട്രോപ്പി കൂടുക ചെയ്യാം. ഒരു ലിക്വിഡ് ഗ്യാസ് ആവുന്ന സമയത്ത് അവിടെയുള്ള ഡിസോർഡർനെസ് അല്ലെങ്കിൽ എൻട്രോപ്പി കൂടുക ചെയ്യുക. ബാക്കി വെള്ളം ഫ്രീസ് ആവുമ്പോൾ സോളിഡ് ആവുകയാണ്. കണ്ടൻസേഷൻ ഓഫ് സ്റ്റീം, അതൊക്കെ എൻട്രോപ്പി കുറയുന്ന പരിപാടിയാണ്. ഇത് എൻട്രോപ്പി കൂടുന്ന പരിപാടിയാണ്. ഓക്കെ, നെക്സ്റ്റ് ദ എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി തന്നിട്ടുണ്ട്. എൻതാൽപ്പി എത്രയാണ് തന്നിട്ടുള്ളത്? ഡെൽറ്റ എച്ചിന്റെ വാല്യൂ 490 കിലോ ജൂൾ പെർ മോൾ ആണ് തന്നിട്ടുള്ളത്. ആ കിലോ ജൂൾ പെർ മോളിനെ ജൂൾ ആക്കുമ്പോൾ 490 ഇൻറ്റു 10⁻³ ജൂൾ പെർ മോൾ ആക്കണം. ഓക്കെ, ഇനി എൻട്രോപ്പി തന്നിട്ടുണ്ടടാ. ഡെൽറ്റ എസിന്റെ വാല്യൂ 198 ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആണ് തന്നിട്ടുള്ളത്. ഇനി ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, അത് 300 കെൽവിൻ ആണ്. ഇതിന്റെ ഡെൽറ്റ ജി കാൽക്കുലേറ്റ് ചെയ്യണം. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് അല്ലേ? ഡെൽറ്റ എച്ച് 490 ഇൻറ്റു 10⁻³ ആണ്. മൈനസ് ടെമ്പറേച്ചർ 300 ആണ്. ഡെൽറ്റ എസിൻ്റെ വാല്യൂ 198 ആണ്. ഇത് സോൾവ് ചെയ്താൽ മക്കളെ നിങ്ങൾക്ക് ഡെൽറ്റ ജി ജൂൾ പെർ മോളിൽ കിട്ടും. ഡെൽറ്റ ജി ജൂൾ പെർ മോളിൽ കിട്ടും. ഇനി ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്, ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ എന്ന്. എടാ, ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ അയാളുടെ ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കണം. ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ അയാളുടെ ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കണം. അപ്പോഴാണ് ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവുക. ഇവിടെ കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കോൺജുഗേറ്റ് ആസിഡ് ആൻഡ് കോൺജുഗേറ്റ് ബേസ് ഓഫ് ദി ഫോളോയിങ്. എടാ, കോൺജുഗേറ്റ് ആസിഡ് ആക്കാൻ ആഡ് എച്ച് പ്ലസ്, കോൺജുഗേറ്റ് ബേസ് ആക്കാൻ റിമൂവ് എച്ച് പ്ലസ്. കോൺജുഗേറ്റ് ആസിഡ് ആക്കാൻ ആഡ് എച്ച് പ്ലസ്, കോൺജുഗേറ്റ് ബേസ് ആക്കാൻ റിമൂവ് എച്ച് പ്ലസ്. NH3 എച്ച് പ്ലസ് ആഡ് ചെയ്താൽ NH4 പ്ലസ് കോൺജുഗേറ്റ് ആസിഡ് ആയി. NH3 എച്ച് പ്ലസ് പോയാൽ NH2 മൈനസ് ആണ്. NH2 മൈനസ് ആണ് കോൺജുഗേറ്റ് ബേസ്. HSO4 മൈനസ് എച്ച് പ്ലസ് ആഡ് ചെയ്താൽ അത് H2SO4 ആയിട്ട് മാറും, കോൺജുഗേറ്റ് ആസിഡ് ആയി. അര കോൺജുഗേറ്റ് ബേസ്. HSO4 മൈനസിൽ നിന്ന് H പ്ലസ് പോയാൽ ഒരു H പ്ലസ് ആണ് പോണത്, അപ്പൊ SO4 2 മൈനസ് ആണ് കിട്ടുക. മറന്ന് കളയരുത്. കോൺജുഗേറ്റ് ആസിഡ് കാണാൻ എച്ച് പ്ലസ് ആഡ് ചെയ്യുക, കോൺജുഗേറ്റ് ബേസ് കാണാൻ എച്ച് പ്ലസ് ഒഴിവാക്കുക. നെക്സ്റ്റ് മക്കളെ, വാട്ട് ഈസ് ബഫർ സൊല്യൂഷൻ? പറയേണ്ട ആവശ്യമില്ല. എന്താ ബഫർ സൊല്യൂഷൻ? ചെറിയ എമൗണ്ട് ആസിഡോ ആൽക്കലിയോ ആഡ് ചെയ്താലും pH മാറാത്ത സൊല്യൂഷനാണ് ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അസിഡിക് ആൻഡ് ബേസിക് ബഫറിന്റെ എക്സാമ്പിൾ എഴുതാനാ. അസിഡിക് ബഫറിന്റെ എക്സാമ്പിൾ ആരാ? അസിഡിക് ബഫറിന്റെ എക്സാമ്പിൾ ഒരു വീക്ക് ആസിഡും അതുപോലെ തന്നെ സാൾട്ട് ഫ്രം സ്ട്രോങ് ബേസ് കൊടുക്കുക. അതായത് CH3COOHും CH3COONAയുമാണ് അസിഡിക് ബഫറിന്റെ എക്സാമ്പിൾ. ബേസിക് ബഫറിന്റെ എക്സാമ്പിൾ ഒരു വീക്ക് ബേസ്, ദാറ്റ് ഈസ് NH4OHും അതുപോലെ തന്നെ സാൾട്ട് ഫ്രം സ്ട്രോങ് ആസിഡും, ദാറ്റ് ഈസ് NH4Clഉം കൂടിയാൽ അതൊരു ബേസിക് ബഫറാണ്. വാട്ട് ഈസ് കോമൺ അയോൺ എഫക്റ്റ്? എന്താ കോമൺ അയോൺ എഫക്റ്റ്? എടാ, പഠിച്ചോ നിങ്ങൾ കോമൺ അയോൺ എഫക്റ്റ്? ഇത്ര മാത്രം കൊടുത്താൽ മതി. എന്താ കോമൺ അയോൺ എഫക്റ്റ്? ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിസോസിയേഷനെ കുറക്കാൻ അതിലോട്ട് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുക, ഹാവിങ് കോമൺ അയോൺ. എന്താ പറഞ്ഞത്? ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ സ്പ്ലിറ്റിംഗ് ഉണ്ടല്ലോ, അത് കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ വീക്ക് ഇലക്ട്രോലൈറ്റിലോട്ട് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യും. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് മക്കളെ, ആ വീക്ക് ഇലക്ട്രോലൈറ്റിലും സ്ട്രോങ് ഇലക്ട്രോലൈറ്റിലും കോമൺ ആയ ഒരു അയോൺ വേണം. അങ്ങനെ കോമൺ ആയ അയോൺ ഉണ്ടെങ്കിലേ അതിനെന്തെന്ന് വിളിക്കാൻ പറ്റുള്ളൂ? കോമൺ അയോൺ എഫക്റ്റ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ.
ഇനി ഇതിൻ്റെ സ്റ്റോക്ക് നൊട്ടേഷൻ എഴുതാൻ എടാ നോക്കടാ, HAuCl2 ഗോൾഡ് ആണ് ഇവിടുത്തെ മെറ്റൽ, ഹൈഡ്രജൻ +1 Cl2 അല്ല Cl4 ആണ് അല്ലേ, HAuCl4 ആണ്. ഇതാണ് ഇവിടുത്തെ മെറ്റൽ, Au ഗോൾഡ് ആണ് മെറ്റൽ, ഹൈഡ്രജൻ +1 ക്ലോറിൻ -1, ഇയാൾക്ക് X കൊടുക്കുക. അപ്പം എന്താ വരിക മക്കളെ, +1 + X മൈനസ് 4 × -1 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. X ഈസ് ഈക്വൽ ടു +1 അങ്ങോട്ട് പോകുമ്പോൾ -1, -4 അങ്ങോട്ട് പോകുമ്പോൾ +4, ദാറ്റ് ഈസ് X ഈസ് ഈക്വൽ ടു +3. അപ്പോൾ ഗോൾഡിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +3 ആണ്. അങ്ങനെയാണെങ്കിൽ HAu ഓക്സിഡേഷൻ നമ്പർ റോമൻ ലെറ്ററിൽ ബ്രാക്കറ്റിൽ എഴുതാം, Au3Cl4 ആണ്. ഇതാണ് മക്കളെ ഇയാളുടെ എന്ത് സ്റ്റോക്ക് നൊട്ടേഷൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആരടാ, ദാറ്റ് ഈസ് MnO2 ഓക്സിജൻ -2 മാംഗനീസിൻ്റെത് അറിയില്ല. എടാ X പ്ലസ് 1 -2 രണ്ടെണ്ണത്തിന് -4 X + -4 ഈസ് ഈക്വൽ ടു 0, X ഈസ് ഈക്വൽ ടു +4 ആണ്. അങ്ങനെയാണെങ്കിൽ Mn ബ്രാക്കറ്റിൽ റോമൻ ലെറ്ററിൽ 4 MnO2. ഇതാണ് MnO2വിൻ്റെ ഏത് നൊട്ടേഷൻ, സ്റ്റോക്ക് നൊട്ടേഷൻ. അപ്പൊ സ്റ്റോക്ക് നൊട്ടേഷൻ എഴുതാൻ പറഞ്ഞാൽ മെറ്റലിന്റെ ഓക്സിഡേഷൻ നമ്പർ ബ്രാക്കറ്റിൽ റോമൻ ലെറ്ററിൽ എഴുതിയാൽ അത് സ്റ്റോക്ക് നൊട്ടേഷനായി മറന്നു കളയരുതടാ പൊന്നുമക്കളെ, മറന്നു കളയരുത്. ഓക്കെ, നെക്സ്റ്റ് ഡിഫൈൻ ഇലക്ട്രോണിക് കൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഇലക്ട്രോണിക് കൺസെപ്റ്റ് പ്രകാരം ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിനെ കൊടുക്കുന്ന പരിപാടിയാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. റിഡക്ഷൻ എന്ന് പറയുന്നത് അഡീഷൻ ഓഫ് ഇലക്ട്രോൺ ആണ്. റിഡക്ഷൻ എന്ന് പറയുന്നത് അഡീഷൻ ഓഫ് ഇലക്ട്രോൺ ആണ്. രണ്ടാമത്തെ കേസിൽ നോക്കണേ, വാട്ട് ഈസ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. എന്താണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നോക്കടാ, ഇവിടെ ഓക്സിജൻ മൈനസ് പെറോക്സൈഡ് ആണ്, അപ്പോൾ ഓക്സിജൻ -1, ഹൈഡ്രജൻ +1. ഇവിടെ ഓക്സിജൻ -2, ഇവിടെ +2 വരണം, പക്ഷെ 2 ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ +1 വന്നു, ഇത് 0. നോക്കടാ, ഓക്സിജൻ -1 നിന്ന് -2 ആയി, -1 നിന്ന് 0 ആയി. -1 നിന്ന് -2 ആയി എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന പരിപാടി റിഡക്ഷനാ. -1 നിന്ന് 0 ആയി എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന പരിപാടി ഓക്സിഡേഷനാ. അപ്പൊ എന്താണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ? ഒരാൾ തന്നെ, ഒരു എലമെന്റ് തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട്, എന്താ സൈമൾട്ടേനിയസ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം റിഡക്ഷനും ഓക്സിഡേഷനും നടത്തുകയാണെങ്കിൽ, എന്താ പറഞ്ഞത് മക്കളെ, ഒരു എലമെന്റ് തന്നെ ഒരേ സമയം റിഡക്ഷനും ഓക്സിഡേഷനും നടത്തുകയാണെങ്കിൽ ആ പരിപാടിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. ആ പരിപാടിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. അപ്പൊ ഇതൊരു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ മക്കളെ, ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒരിക്കലും മറന്നു കളയരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. തെറ്റിക്കരുത് മക്കളെ, സെറ്റായിട്ട് പഠിച്ചോ.